എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാർക്കറ്റ് ഓപ്പണിങ് ജസ്റ്റ് ഹൈ അടിച്ച് പിന്നെ വൺ സൈഡ് താഴോട്ട് പോക്കാം. ഇവിടെ CPR വെച്ച് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ഇത് കണ്ടില്ലേ, ഓപ്പണിങ് R1 മുകളിൽ പോയി അതിനുശേഷം R1 കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്താൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് താഴോട്ട് തരുന്നത്. ഇവിടുന്ന് 247 154 90 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് അവിടെ കിട്ടുമായിരുന്നു. പിന്നെ ലോ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നത്. ബാങ്ക് നിഫ്റ്റി പ്ലസ്സിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഓപ്പണിംഗ് R1 മുകളിൽ, R2 പോയിട്ടില്ല. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പുട്ട് ഓപ്ഷൻ വേണേൽ എടുക്കാം. എടുത്താൽ ഇവിടുന്ന് 5514 120 ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. വലിയ മൂവ്മെൻ്റ് അല്ല, എന്നാലും മോശമല്ലാത്ത മൂവ്മെൻറ്റ് അതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ അറിയാം, അത് ഡൗണിൽ വന്നു. അതിനുശേഷം ആ ഡൗണിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് തന്ന് നിൽക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ നമ്മളിതിനകത്ത് ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പുതിയതായിട്ട് കാണുന്നവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ 15 ഷെയറാണ് എടുത്തിരുന്നത്. 15 ഷെയർ ഒരു 6-7 ഷെയർ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെയർ നമുക്ക് നോക്കാം. ഈ ടെമ്പോ എന്ന് പറയുന്ന ഷെയർ, ഈ ടെമ്പോ എന്ന് പറയുന്ന ലാസ്റ്റിലത്തെ ഷെയർ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു. പെട്ടെന്ന് R1 കയറി, R2 കയറി അടിച്ചു ഇറങ്ങി. ഈ 400 റേഞ്ചിലൊരു 416 റേഞ്ചിലൊരു എൻട്രി എടുത്താൽ പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റ്. ഞാനാണെങ്കിൽ ഇവിടെ നല്ലൊരു എൻട്രി കിട്ടിയായിരുന്നു. ഞാൻ ഈ റേഞ്ചിൽ ഇത് കണ്ടില്ല, ഇവിടെ തൊട്ട് ഇത്രയും ടൈം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ആ സെയിം ലെവലിൽ നിന്ന് ട്രേഡ് എടുത്തപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 416 എന്നത് 376 വരെ പോയി. 376 എന്ന് പറയുമ്പോൾ ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ തന്നു. വൺ സൈഡ് മൂവ്മെൻറ്റിൽ ആ ഷെയർ തന്നു. അതിനുശേഷം അടുത്ത ഷെയർ നോക്കാം. ഇൻഡിഗോ പെയിൻ്റ് എന്ന് പറയുന്ന ഷെയർ, ഇൻഡിഗോ പെയിൻ്റ് NS. ഇതും ഓപ്പണിങ് ഹൈ ആണ്. ഹൈ R1 അടുത്ത് വരപ്പോൾ പക്ഷേ R1 കട്ടായത്. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങുവാനും നമുക്ക് ഏറ്റവും നല്ലൊരു എൻട്രി ഇവിടെ കിട്ടിയേനെ. പക്ഷെ അവിടെ തന്നില്ല. അത് ഏകദേശം അടുത്ത് വരെ വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോകും. നമ്മൾ എൻട്രി എടുക്കുന്നത് എവിടെയാണ്? ഇവിടെ എടുക്കുക. 1547 റേഞ്ചിലെടുത്താൽ നമുക്ക് 1522, അതായത് 25 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. വീണ്ടും ഇത് തിരിച്ച് കയറി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കയറിപ്പോയി. പക്ഷേങ്കിൽ ഹൈ അടിച്ചില്ല. ഹൈ അടിച്ച് ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേങ്കിൽ പോയില്ല. വീണ്ടും ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ അല്ല, ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് 48 എടുത്താൽ വീണ്ടും നമുക്ക് 1532, ഒരു 13-14 രൂപ പ്രോഫിറ്റ് ആ ഷെയർ തരുന്നു. 2 പ്രാവശ്യം നല്ല ചാൻസ് അതിനകത്ത് തരുന്നുണ്ട്. അതിനുശേഷം ജിയോജിത്തൊക്കെ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴെയായിരുന്നു. പക്ഷേ ലെവലുകൾ വരുന്നതിന് മുന്നേ പോയി. മാർക്സൺസ് ഫാർമ തന്നില്ല എന്നാ തോന്നുന്നത്. മാർക്സൺസ് ഫാർമ നോക്കട്ടെ. ഇല്ല, ലെവൽ വന്നില്ല, താഴോട്ട് പോയി. പിന്നെ റാഷി കുറച്ച് കവറിങ് വന്നു. പിന്നെ ഇതിനകത്ത് നല്ല ചാൻസ് വന്നത് ADS നല്ല ഒന്നാം തരം ചാൻസ് ആ ഷെയർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം നല്ല ചാൻസ് ആ ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ചാൻസ് ഇവിടെ 303 എന്നൊരു എൻട്രി എടുത്താൽ നമുക്ക് 294.80, അതായത് 8 രൂപ പ്രോഫിറ്റ് ആ ഷെയർ ഒരു 10 മിനിറ്റ് തരും. അതിനുശേഷം തിരിച്ച് കയറിപ്പോയി ഹൈ അടിക്കുക. അതല്ല, ഇവിടെ നമുക്ക് ചാൻസ് അത്
എനിക്ക് ഇവിടുന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ 300 ഇവിടം വരെ ഹൈ ഓപ്പണിങ്ങിൽ ഇവിടെ ഓപ്പണായി ഈ ഹൈ അടിച്ചു 315 അടിച്ചിട്ട് 311 പറഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി ഇടും. 315 എൻട്രി എടുത്താൽ നമുക്ക് 294, അതായത് ഏകദേശം 20 രൂപ പ്രോഫിറ്റ് തന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറിപ്പോയി ഹൈ അടിച്ചു. ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിലോട്ട് പോകുന്നത് നോക്കി പോയില്ല. തിരിച്ച് വീണ്ടും നമ്മൾ ഈ ലെവലിലോട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ 315 എൻട്രി എടുത്താൽ നിരങ്ങി ഇറങ്ങുന്നതെങ്കിലും ലാസ്റ്റിൽ 315 എൻട്രി എടുത്താൽ നമുക്കൊരു 299 വരെ, വീണ്ടും ഒരു 15 രൂപ, 2 പ്രാവശ്യം നല്ല ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന ഷെയറിനകത്ത്. അതുപോലെ വേറെ ഷെയറിനകത്തും സെലക്സിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും നല്ല ചാൻസുകൾ അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറയുന്ന ആ ഷെയറിനകത്ത് ചാൻസ് ഇല്ലായിരുന്നു. അത് ബി ഗ്രൂപ്പിലോട്ട് കയറി. വേറെ ഷെയറാണ് ജൂബിലൻ്റ് ആൻഡ് ഗ്രേവിയ. അതും ജൂബിലൻ്റ് അത് നല്ല ചാൻസാണ്. ഇത് കണ്ടില്ലേ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. പക്ഷെ R1 അടിച്ചില്ല. ഈ R1 അടിച്ചിട്ടാണ് നമുക്ക് നല്ലൊരു എൻട്രി ഇവിടെ കിട്ടുവാണ്. പക്ഷെ കിട്ടിയില്ല. നമുക്കിവിടെയാണ് ചാൻസ്. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ നമ്മൾ എൻട്രി എടുത്താൽ 746 എൻട്രി എടുത്താൽ നമുക്ക് 721, ഏകദേശം 25 രൂപ പ്രോഫിറ്റ് അത് തരുന്നു. കുറേ ഷെയറിനകത്ത് നല്ല ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളത് നോക്കി ചെയ്യണം. കറക്റ്റ് നമ്മൾ പറയുന്ന രീതി തന്നെ ഫോളോ ചെയ്യണം. ഹൈയുടെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇടണം. വലിയ ഹ്യൂജായിട്ട് ഹൈ ഉണ്ടെങ്കിൽ നമുക്ക് ഹെവി ലോസ് വരത്തക്ക രീതി ഹൈ ഉണ്ടെങ്കിൽ നമ്മളവിടെ ക്വാണ്ടിറ്റി കുറച്ച് ചെറിയ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കപ്പാസിറ്റിക്കുള്ളിൽ മാത്രം നിന്ന് ട്രേഡ് എടുക്കുക. അപ്പോൾ ജൂബിലൻ്റ് ആൻഡ് ഗ്രേവിയ ഓക്കെ, ഇപ്പോൾ ഒരു 4-5 ഷെയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. ഒരു മിനിറ്റ്. നാളത്തേനുള്ള ഷെയർ 13 ഷെയർ കണ്ടേ എടുത്തിട്ടുള്ളൂ. 13 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 13 ഷെയറിൽ ഈ ചെറിയ പെർസെൻറ്റേജ് നിൽക്കുന്ന ഇത് ഓൾറെഡി ഇന്ന് വീക്ക്നെസ് കാണിച്ചുകൊണ്ട് എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇപ്പോൾ HSCL 554. അപ്പോൾ ഓപ്പണിങ് ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടി 554 മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ 554 താഴെ എൻട്രി എടുക്കാം. അതല്ല 550 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ എടുക്കാം. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 ലെവലിൻ്റെ താഴെ വന്നാൽ ഈ 550 54 താഴെ വന്നു കഴിഞ്ഞാൽ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം വരണം. അങ്ങനെ വന്നാൽ നമുക്ക് നല്ലൊരു ചാൻസ് ഡൗണിലോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോക്കാതെ പിന്നെ ഈ ആവറേജ് ശ്രദ്ധിക്കണം. ഓപ്പണിങ്ങിലെ വീക്ക് ആണെങ്കിൽ ആവറേജിന് താഴെ പോയാലും നമുക്ക് ട്രേഡ് എടുക്കാം. സൺടെക് റിയാലിറ്റി എന്ന് പറഞ്ഞ ഷെയർ, അതും ആവറേജിന് താഴെയാണ് ക്ലോസിങ് 583. അതായത് ഇപ്പം നമുക്കിവിടെ കണ്ടറിയാം, ഇപ്പം BC ആണ് വലിയ സംഖ്യയായിട്ട് എടുക്കുന്നത് ഈ CPR ലെവൽ. അപ്പം BC എന്നുള്ളത് TC ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 599 ആവറേജ്, CPRൻ്റെ ഹയർ ലെവൽ 597. അപ്പം 600 മുകളിൽ പോയി ഈ 2 ലെവലിൻ്റെയും താഴോട്ട് പോയാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ് ആ ഷെയറിനകത്ത്. അതുപോലെ JM ഫൈനാൻഷ്യലും R1 ഇത് R1 പ്രീവിയസ് ഡേ ഹൈ, ഇത് രണ്ടും ഏകദേശം 1 രൂപ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 2 ലെവലും പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും. അതല്ല ഈ ഷെയർ ഓപ്പണിങ്ങിലെ വീക്ക്നെസ് കാണിച്ചാൽ ഈ ആവറേജിൽ നിന്ന് ചാൻസ് എടുക്കാം, സെല്ലിങ് ചാൻസ് എടുക്കാം. മോർപ്പൻ ലാബ് ഈ R2 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. 100 മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡ് ആയതിനു ശേഷം ഈ ലെവലിന് താഴോട്ട് പോകണമെങ്കിൽ ചാൻസ് ആയിരിക്കും. ഇവിടെയും ചാൻസ് ഉണ്ട്, പക്ഷേങ്കിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യരുത്. PPL ഫാർമ ഇന്ന് പിടിച്ച് നിൽക്കുമായിരുന്നു, മാർക്കറ്റ് ഡൗണിലോട്ടായിരുന്നു. എന്നാലും നമുക്ക് നാളെ, ഇന്ന് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നാളെ അടുത്തടുത്തായി R1 R2 R3 ഒക്കെ കിടക്കുന്നപ്പോൾ ഒരു 230 പോയതിന് ശേഷം ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കാം. ഈ ലെവലിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യാം. മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് വീക്ക്നെസ് തോന്നിയാൽ വെയിറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ കമ്പൽസറി ആയിട്ട് ഇട്ടിരിക്കണം. KEC 1002 അടിച്ചതിന് ശേഷം 1016
നാളെ ചിലപ്പോൾ ഇത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെൻറ്റ് തന്ന് ഈ ലെവലുകൾ വന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സെല്ലിങ് ചാൻസ് എടുക്കാം. UTI AMC എന്ന് പറയുന്നത് ഇത് 1300 ലെവലിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നല്ലൊരു ചാൻസ് താഴോട്ടൊരു 20-25 രൂപ താഴോട്ട് തരാൻ സാധ്യത കൂടുതല. TIയും വന്നിട്ട് ഈ R1 ലെവലിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചാൻസ് നമുക്ക് കിട്ടും. 5-10 രൂപയ്ക്കൊക്കെ എടുത്ത് കിട്ടുക ചാൻസ് തരും. അത് വാച്ച് ചെയ്യുക. അതല്ല ഇപ്പം TI ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഈ ഹൈയുടെ മുകളിൽ പോയതിനു ശേഷം 316 എന്തെങ്കിലും ചെയ്തതിന് ശേഷം 314 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നമ്മൾ എൻട്രി എടുത്താൽ അത് താഴോട്ട് ഇറങ്ങി വരും. താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ആവറേജ് ആയിരിക്കും. ഇത് ആ റേഞ്ച് വരെ വരാൻ ചാൻസ്. ഇവിടുന്ന് ഈ ഷെയർ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്ത് മേപ്പോട്ട് ചാൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറണം. ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന വളരെ ശ്രദ്ധിക്കാറില്ല. ഏത് ഷെയർ ആണെങ്കിലും ഒരു ഡൗൺ ട്രെൻഡ് വന്നാൽ തലേ ദിവസത്തെ ആവറേജ് റേഞ്ച് നോക്കണം. ഈ റേഞ്ച് ഒരു ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ. അശോക എന്ന് പറയുന്ന ഷെയർ നാളെയോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ 300 ലെവൽ മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡ് ആകും ഈ ഷെയർ. അപ്പോൾ നാളെ തന്നെ വേണമെങ്കിൽ ട്രേഡ് ആകാം. 300 പോയിട്ട് 296 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏത് ലെവൽ വന്നിട്ട് ഇറങ്ങിയാലും നമുക്ക് എൻട്രി എടുക്കാം. നമുക്കൊരു 5% മുകളിലുള്ള ലെവലാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അല്പലാഭം എന്ന് പറയുന്ന ഷെയർ, അതും ചെറിയ ഷെയർ ആണെങ്കിലും നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയർ ആയിരിക്കും. ഓപ്പണിങ്ങിലൊക്കെ ഹെവി മൂവ്മെൻ്റ് ആണ്. ഇത് R1 വന്നിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. ഇതിന് ഓർഡർ കിട്ടി. പ്രീമിയർ എൻ്റർപ്രൈസസ് എന്നുള്ള ഈ കമ്പനിക്ക് ഇന്ന് നല്ല ഓർഡർ കിട്ടേണ്ട ഇതിൽ കയറിയതാണ്. നാളെ ചിലപ്പോൾ ഒരു ഹൈ അടിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നാലും നോക്കുക. ഈ R1 ലെവലിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആൽക്കലി അപ്പർ ലോക്കാണ്. അപ്പോൾ ഈ ലെവലുകളൊക്കെ പ്രതീക്ഷിക്കാം. 40 47 53 ഈ R2 ഒക്കെ പ്രതീക്ഷിക്കാം. ഓപ്പണിങ്ങിലൊക്കെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ആ ലെവലിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ NRL അതുപോലെ 116 R1 റേഞ്ച് R2 റേഞ്ച് എന്നൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കി ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് പോയെങ്കിൽ പിന്നെ അതിൽ വാശിക്ക് പോയിട്ട് വീണ്ടും ട്രേഡ് എടുത്താൽ അതിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കാവൂ എന്നുള്ള രീതിയിൽ പോയി ട്രേഡ് എടുക്കാതിരിക്കുക. നമുക്ക് ചാൻസ് എപ്പോൾ തരുന്നു അപ്പോൾ എടുക്കുക. അങ്ങനെ എടുക്കുക. കൂളായിട്ടിരുന്ന് ട്രേഡ് എടുക്കുക. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.